പെരുന്നാൾ ദിവസം കണ്ടാലോ. രാവിലെ തന്നെ നമ്മൾ പണിയൊക്കെ കഴിച്ചതിന് ശേഷം വേഗം കുളിച്ച് മാറ്റി റെഡി ആയിട്ടുണ്ടായിരുന്നേ. എല്ലാ പെരുന്നാൾക്കും രാവിലെ എൻ്റെ വീട്ടിൽ പഴംപൊരിയും ചായയും കുടിച്ചിട്ടാണ് നമ്മൾ പെരുന്നാൾ തുടങ്ങാറുള്ളത്. പിന്നെ കാക്കയനീനൊക്കെ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിച്ചു. നല്ല ചിക്കൻ ബിരിയാണിയും ബീഫും പായസവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഫുഡ് അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഡ്രസ്സ് എടുത്തപ്പോൾ വേറെ റെഡായിരുന്നു, പക്ഷേ ഡ്രസ്സ് ചെയ്ത് വന്നപ്പോൾ സെയിം റെഡായി വന്നിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സ് മാറ്റലൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വല്യമ്മാൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള നമ്മളെ ഫോട്ടോ എടുക്കൽ ചടങ്ങിലേക്ക് കടന്നു. ഫുഡ് കഴിച്ച് കൂടിപ്പോയതുകൊണ്ടല്ല കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്, വെറുതെ ഒരു രസത്തിന് വേണ്ടി എങ്ങനെ ഇരുന്നതാണ്. പിന്നെ ഭാര്യയുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന നല്ലവനായ ഭർത്താവിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഡ്രസ്സ് മാറിയിട്ട് നമ്മൾ ബെഡൊക്കെ അതുപോലെ തന്നെ വെച്ചതായിരുന്നു, കാരണം നമുക്ക് സമയമില്ലല്ലോ. പിന്നെ നമ്മൾ നേരെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയി. ഒരു 2 വർഷം മുന്നേ വരെയുള്ള എൻ്റെ പെരുന്നാളെന്ന് പറഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്ക് ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റായിട്ട് ഇരിക്കുകയായിരുന്നു ഉമ്മാൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ 2-3 ദിവസം അവിടെ തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷെ ഇപ്പോൾ 2 വർഷമായിട്ട് പെരുന്നാളിൻ്റെ അന്ന് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, അങ്ങനെയാണ്. അവിടെ ആണെങ്കിൽ നമുക്ക് കുറേ വീടുകളിലുണ്ട്, എല്ലായിടത്തും പോയി പായസം വെള്ളമൊക്കെ കുറിച്ച് നമ്മൾ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി നേരെ വീട്ടിലേക്ക് വന്നൊന്ന് കിടക്കാം എന്നാലോചിച്ചപ്പോൾ കസിൻസ് വന്നിട്ട് പടക്കം പൊട്ടിക്കാൻ പോവാം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, അവരൊപ്പം കയറിപ്പോയി. ആകെ വീട്ടിൽ കിട്ടുന്ന ദിവസം ആകെ സന്തോഷിക്കാൻ പറ്റുന്ന സമയം, അത് നമ്മൾ വെറുതെ കളയരുതല്ലോ. സത്യം പറഞ്ഞാൽ എന്തോ ഒരു തള്ളവായ്പ ഇടയിൽ കൂടെ കയറിക്കണമെന്നൊരു സംശയമുണ്ട്. കാരണം ഇവർ ഈ കത്തിക്കുന്ന സമയത്തൊക്കെ ഞാൻ മേത്തിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് എൻ്റെ കാക്ക ഇത്രയും സാധനങ്ങളായിട്ട് വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ മേലെ പോയി കയറി പൊട്ടിച്ചു. പടക്കം എന്നും ഒരു വീക്ക്നെസ്സാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ പടക്കം തുരുതുര പൊട്ടിക്കുകയായിരുന്നു. ഞാൻ ക്യാമറ തിരിക്കുമ്പോൾ എക്സ്പ്രഷൻ ഇടണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ കൂടെ എല്ലാവരും എക്സ്പ്രഷൻ ഇടുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ ഇതിലും വലിയ സന്തോഷം നമുക്ക് വേറെ കിട്ടാനില്ലേ. നമുക്ക് നമ്മുടെ വീടും വീട്ടുകാരും അവരുടെ കൂടെയുള്ള സമയങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നാളെ രാവിലെ തിരിച്ചു പോകണമല്ലോ എന്ന് ആലോചിച്ച് ഞാൻ വേഗം കിടന്നു. അപ്പോൾ ഇന്നത്തേക്ക് അത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബൈ ഗായ്സ്.